ഇത് റാസൽ ഖൈമയിൽ വാദി ഷൗക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നൊക്കെ ഒരുപാട് സമയത്ത് യാത്രയൊന്നുമില്ല, 1.5 മണിക്കൂർ 2 മണിക്കൂർ കഷ്ടേ ഉള്ളൂ. നമ്മൾ മല്ലിഹാർ റോഡെടുത്ത് പോയിട്ട് അവിടെ നിന്ന് നേരെ ഒരു എക്സിറ്റ് എടുത്ത് റോഡിന് താഴെ കൂടെ വന്നിട്ട് വരുന്ന റോഡാണ് ഈ കാണുന്നത്. വരുമ്പോൾ തന്നെ വാദിയുടെ നടുവിലൂടെയാണ് നമ്മുടെ വണ്ടി ഓടിച്ച് വരുന്നത്. പിന്നെ പെട്ടെന്ന് നോക്കിയില്ലെങ്കിൽ ഈ സ്ഥലം മനസ്സിലാവില്ല. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ നമ്മുടെ റാസൽ ഖൈമയിലെ മലനിരകളും അതേപോലെ തന്നെ മലനിരകൾക്കുള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഡാമും ആ ഡാമിൻ്റെയോട് ചേർന്ന് തന്നെ ഒഴുകുന്ന ഒരു വാദിയുമാണ്. അപ്പോൾ ഇപ്പോൾ ഈ മഴയുള്ള സമയങ്ങളിലൊക്കെ ആ ഡാമിലുള്ള വെള്ളമാണ് ഈ സൈഡിലൂടെ വന്നത്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാദി അൽ ഷൗക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഷാർജയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് എത്തിയൊരു സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലം. ബാങ്കിലെ കണ്ട ഓരോരുത്തർ ബാർബിക്യൂ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വാദിയായതുകൊണ്ടും പിന്നെ മലയാളികൾ ഒരുപാട് വരാത്തൊരു സ്ഥലമായതുകൊണ്ടും നമ്മളൊക്കെ അവിടെ പോവുക. പ്രത്യേകിച്ച് ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ അവൈലബിൾ ആണ്. നമ്മളൊരിക്കലും ഓൺ ദ ഫ്ലോറിൽ ഒരിക്കലും അവിടെ ബാർബിക്യൂ ചെയ്യരുത്. അവിടെ മുനിസിപ്പാലിറ്റി ചെക്കിങ് ഹാഫ് ആൻ അവർ 1 അവറിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഡാമിൻ്റെ ബാക്ക് വശം. അത് വളരെ മനോഹരമാണ്. ഇവിടെ ഹൈക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഹൈക്കിങ് ചെയ്യുമ്പോൾ അതിന് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പാലിച്ച് വേണം നമ്മൾ ഹൈക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഡാമിൻ്റെ ബാക്കിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചയാണ്. ഡാമിൻ്റെ റിസർവോയറിൻ്റെ ആ സൈഡിലേക്ക്, ഷട്ടറിൻ്റെ സൈഡിലേക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഷട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. എത്ര വെള്ളം വന്നു കഴിയുന്നു ആ വെള്ളത്തിൻ്റെ ആ ലെവല് കൂടുന്ന അനുസരിച്ച് ഇത് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. ഇത് ഡാമിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണ്. ഞങ്ങൾ ഏകദേശം 5:30-6 മണിയായി അവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ അധികം നേരം നമുക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഹൈക്കിംഗ് ചെയ്യണമെന്നുണ്ട്. ഹൈക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സമയം എടുക്കണമെന്നില്ല, പക്ഷേ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ലൈറ്റ് നമ്മൾ കരുതണം, പിന്നെ എന്താ നമ്മൾ റോപ്പ് ഉണ്ടാക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വാദി ഷൗക്കയിൽ വന്നിട്ട് നമ്മൾ നല്ല രാത്രി ആയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവരുടെ ഷോപ്പ് ഏകദേശം ഇവിടെയായിരുന്നു. കഴിഞ്ഞ നവംബർ 17-ാം തീയതി ഉണ്ടായ വലിയ ഫ്ലഡിൽ ആ ഷോപ്പ് മൊത്തൊലിച്ചു പോയി. അവർ തന്നെ വീഡിയോ കാണിച്ചു തന്നു. ഇത് ഇവിടെ സ്റ്റേ ചെയ്യുന്നൊരു ഫാമിലിയാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാളേക്കിടെ മഴ പെയ്യും ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ കുറച്ചേ വന്നിട്ടുള്ളൂ. വെതർ നോക്കിയിട്ടാണല്ലോ എല്ലാവരും വരുന്നത്. സൂര്യനൊക്കെ അസ്തമിച്ചുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങളിവിടെ നിന്ന് തിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ യാത്രയുടെ പര്യവസാനം പെട്ടെന്ന് തീർക്കേണ്ടി വന്നു. കാരണം ഒരുപാട് ലൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയും വരാമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു.